ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ സർവൈവൽ ലെറ്റ്സ് പ്ലേയുടെ 7ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ നമ്മുടെ വെള്ളയിലോട്ട് ചെറിയ പേടിയായിട്ടാണ് കയറിയത്. ഇന്നാളത്തെ പോലെ ഗോസ്റ്റ് വല്ലതും ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് അറിയാൻ വേണ്ടി. അത് സംഭവിച്ചു ഗൈസ്. ഗോസ്റ്റ് എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗോസ്റ്റ് ആണോ എൻ്റെ ഫ്രണ്ടാണോ എന്ന് ഐഡിയ കിട്ടുന്നില്ല. അതിനിടെ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് നോക്കി, ഒന്നും കിട്ടിയിട്ടില്ല. ബൈ ഒരു സാധനം കിടച്ച് നമ്മളൊരു സാധനം ഒപ്പിച്ചിട്ടുണ്ട്, കാണിച്ചില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ തപ്പിപ്പോയ ഇതേ ഡാർക്ക് ഓക്ക് ഞാൻ ഒപ്പിച്ചു. കഴിഞ്ഞ ദിവസം 12,000 ബ്ലോക്ക് നടന്നു, പക്ഷേ നമ്മൾ സാധനം കിടച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ഐറ്റം കൂടി ഒപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പോണതിന് മുമ്പ് ഇവിടെ വന്ന മാറ്റം ഞാൻ കാണിച്ചില്ല. ഇവിടെ ഇത് നോക്കൂ, ഒരു എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മൈനിങ് ഏരിയ പോലെ ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് ഇവിടെ കുറച്ച് സ്റ്റോണൊക്കെ എടുത്ത് വെച്ചിരുന്നു. എന്തിനാണ് അപ്പോൾ ആരായാലും എൻ്റെ അച്ചക്ക ഒരു ദിവസം എൻ്റെ കൈ വന്ന് പെടും. അന്ന് നിൻ്റെ എന്തിനാ അങ്ങോട്ട് എടുക്കും. അല്ല പിന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ഈ വേൾഡൊക്കെ സെറ്റാക്കണം. അപ്പോൾ അവർ കയറി കളിക്കാളല്ലോ. അപ്പോൾ ഇതിന് മേലെ കണ്ടുപിടിച്ച സാധനം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ വന്നിട്ട് നമ്മൾ വാല്യുബിൾസ് ഇരിക്കുന്ന പെട്ടിയിലോട്ടൊന്ന് തുറന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും 2 കോസ്റ്റിൻ്റെ ഡ്രിമ്മ് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടി. ഇതിപ്പോൾ അതിൻ്റെ ഫുഡ് കളക്ഷൻ ഫുള്ള് തീർന്നിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ ആർമറിൻ്റെ ഡ്യൂറബിലിറ്റി ഇപ്പോൾ തന്നെ ഞങ്ങൾ നോക്കൂ ഗൈസ്. നോക്കൂ, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ശേഷം ഞാൻ കുറച്ചിരുന്ന് നമ്മുടെ ആർമറൊക്കെ ഒന്ന് ഇതാക്കിയിട്ടോ, എന്തെങ്കിലും പറയാം. ഞാൻ ചെയ്ത് നമ്മുടെ സോഡൊന്നും കൂടി കിള്ളാക്കിയിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതിൽ ഫെദർ ഫോളിങ് അൺബ്രേക്കിംഗ് 3, ഇതിൽ പ്രൊട്ടക്ഷൻ 4, ഇതിൽ പ്രൊട്ടക്ഷൻ 4, ഇതിൽ പ്രൊട്ടക്ഷൻ 4 നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് ഫുഡ് ആവശ്യമുണ്ട്. ഫുഡ് ഭയങ്കര ദാരിദ്ര്യമാണല്ലോ. ഫുഡും ഒന്നുമില്ല. ഉള്ള ഫുഡ് ഇപ്പോൾ തിന്നാം. ഇന്നത്തെ എപ്പിസോഡിലെ ഗോൾ നമ്മൾ പറഞ്ഞില്ല. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ഫിഷ് ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് ഫിഷ് ഫാം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉച്ചത്തിൽ പറയാവുന്നതാണ്. പൈ നിങ്ങളിപ്പോൾ അത്യാവശ്യം നല്ല സപ്പോർട്ട് തരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 7 വരെ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. താങ്ക് യു വെരി മച്ച്. എവിടെ ഫുഡൊക്കെ ഞാൻ എവിടെയോ വെട്ടിക്കകത്തെടുത്ത് വെച്ചതായി. കുറച്ച് ഏബേല് കാണണമല്ലോ. അതെ, വൈകുന്നേരം എൻ്റെ റോട്ടർ ഫ്ലഷിന് വേണ്ടി അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും റോട്ടർ ഫ്ലഷ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് വിൽക്കണമെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് കുറച്ചൊന്ന് ഫുഡ് സെറ്റ് ആക്കട്ടെ. എന്നിട്ട് നമ്മളങ്ങനെ 42 ബ്രെഡ് ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്ന് കുറച്ച് ഫുഡ് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ ഫിഷ് ഫാം ഉണ്ടാക്കാൻ തുടങ്ങാൻ പറ്റും. അതിന് വേണ്ടി അതൊരു ചെസ്റ്റ് വേണം. അതിനുള്ള റിസോഴ്സൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്തിട്ട് പെട്ടെന്ന് ഓടി വരാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ 200 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം റിസോഴ്സൊക്കെ ഗ്യാദർ ചെയ്ത് നമുക്കിപ്പോൾ എവിടെ ഉണ്ടാക്കാം, എവിടെയൊക്കെ ഉണ്ടാക്കാം, ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കിട്ടി സാധനം കിടക്ക്. നമുക്ക് ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം. ഇവിടെ അത്യാവശ്യം സ്ഥലമുണ്ട്. ആദ്യം ഒരു ചെസ്റ്റ് വയ്ക്കാം. എന്നിട്ട് 3 സൈൻ ബോർഡ് എടുക്കാം. അതിനെ ചുറ്റും ഇങ്ങനെ വെക്കാം. ഇത് ഉണ്ടാക്കണതിൻ്റെ കാര്യം മനസ്സിലായി നിങ്ങൾക്ക്. ഇതൊന്ന് മെൻറ്റിംഗ് ബുക്ക് കിട്ടുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കിട്ടിയില്ലെങ്കിൽ ബാക്കി അപ്പം കാണാം. അതന്നെ മനുഷ്യൻ അങ്ങനെ അതും റെഡി.
ഇനി ഒരു ഫിഷിനെ വേണം. അപ്പോൾ ഒരു ഫിഷിനെ പിടിച്ചിട്ട് വരാം ഗൈസ്. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ സാധനം ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യണ പോലെ നിങ്ങൾക്ക് ചെയ്താൽ ഈ ഫിഷ് ഫാം ഉണ്ടാക്കാൻ സിമ്പിളാണ്. എന്നിട്ട് അതോടെ ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ സാധാ പോലെ നമ്മൾ ആ ബക്കറ്റിലോട്ട് എടുത്തിട്ട് അതിന് ആവശ്യമില്ല. നമ്മുടെ ഷോയിൽ ഇങ്ങോട്ട് എടുക്കാം. ഈ ചെസ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 1 2 ഒരു 3 4 ഒരു 4 ബ്ലോക്ക് ഇനി കളയണ പോലെ അത് കളയാം. ബ്ലോക്ക് കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഒരു 2 ബ്ലോക്ക് ഇങ്ങോട്ട് കളയാം. ഞാൻ റിസോഴ്സ് എടുക്കാൻ തുടങ്ങും. റിസോഴ്സ് അല്ല ഇതെടുക്കാൻ പറ്റും. അതും കൂടി ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ. കാണിച്ചെന്ന പോലെ ചെസ്റ്റ് ഇങ്ങനെ വെക്കണം. നമുക്കൊരു 2 ഓപ്പർ ഗൈസ്. എൻ്റെ ഈ പെട്ടിന്ന് ടോട്ടം എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആരാണ് അച്ചതിയൻ. നമുക്ക് 2 റെയിൽ വേണം. പിന്നെ നിങ്ങളൊരു ഹെൽപ്പൊക്കെ വേണം. നമ്മുടെ ഈ 3 പട്ടിക്കുട്ടികൾക്കൊക്കെ പേരിടുക നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അങ്ങനെ പറഞ്ഞ് ഞാൻ നമ്മളെ സാധനമൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അവിടെ കൊണ്ടുവന്ന് സെറ്റാക്കാം. എന്നിട്ട് ഇവിടേക്ക് തന്നെ വരിക. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലോട്ട് ഒരു ഇത് കണക്ട് ചെയ്യാം. ബാക്ക് എന്തെങ്കിലും ഒരു സാധനം ഇട്ടോക്കുക. തിരിച്ച് ഇവിടെ എത്തുന്നുണ്ടോ നോക്കുക. അതിൻ്റെ ശേഷം ഒരു റെയിൽ എടുക്കുക. മൈൻകാട്ട് എടുക്കുക. ആ റെയിൽ ഇതിൻ്റെ മുകളിൽ വെക്കുക. മൈൻകാട്ട് വയ്ക്കുക. പിന്നെ നമുക്ക് ആ റെയിൽ പൊട്ടിച്ച് നോക്കാം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഇങ്ങനെ പൊട്ടിക്കുക. എന്നിട്ട് നിങ്ങളുടെ സൈൻ ബോർഡ് എടുത്തിട്ട് ഇവിടെ ഒരു സൈൻ ബോർഡ് വെക്കുക. ഇത്രേ ഉള്ളൂ നമ്മളെ ഫാം. ഇനി ഒരു ലാവ ബക്കറ്റിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. അതൊന്നും എടുക്കട്ടെ. 1 ലാവ. ഇനി ഒരു ലാവ ബക്കറ്റ് നെതറിന് എടുത്തിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ നെതറിലെത്തിയിട്ടുണ്ട്. ഈ വാട്ടർ അത് പോയിട്ട് പൊന്നെ നല്ല പേടിച്ചടേ. എന്ത് വേർഡ് ഇത്? അടിയിൽ നേരത്തെ ലാവേക്കാന്ന്. ഡയറക്റ്റ് ലാവേക്കാണെങ്കിൽ ഇനി ഇപ്പം അടുത്തൊന്നും വീഡിയോ വരും ഞങ്ങൾ പ്രതീക്ഷിക്കണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഒരു ലാവ കാണുന്നു. അങ്ങനെ ലാവ എടുത്ത് ഇനി നേരെ ബേസിലോട്ട്. ഇവിടെ എന്ത് എൻഡർമാനൊന്നും കാണാനില്ല. ഞാൻ നേരെ ബേസിലെത്തിയിട്ട് കാണിക്കാം. ഇയർ നേരെ പോവുക. കിടന്നുറങ്ങുവന്മാരെപ്പോഴും പോയില്ലേ. എന്നെ കൊല്ലാതെ പറഞ്ഞാൽ എൻ്റെ മാന്യത. നേരെ പോവുക. കിടന്നുറങ്ങുക. ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി ഇപ്പം എടുക്ക് വരിക. നമ്മുടെ ഫാമിൻ്റെ അടുത്തേക്ക് ഓടുക. ഓടിച്ചോടിച്ചുണ്ട് എത്തുന്നില്ല. ബൈ ദ ബൈ ഇത് ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ഫാം നമ്മൾ ഈ ബിൽഡ് തുടങ്ങി വെച്ച് മിക്കവാറും പൊളിച്ചു കളയും. വേറെ ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ വെച്ച സൈൻ ബോർഡിൻ്റെ മുകളിലായിട്ട് ഇവിടെ എല്ലാവരും കൂടെ വെച്ചാൽ ഫാം വർക്ക് ആവേണ്ടതാണ്. ഇത്രേ ഉള്ളൂ. ഒരു സേഫ്റ്റിക്ക് നിങ്ങളുടെ ഫെൻസ് ഗേറ്റ് എടുത്തിട്ട് സ്ട്രിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളെ മൊബ് ഫാമിൽ വന്നിട്ട് എടുത്തത്. നല്ല ലാഗ് ഉണ്ട്. ലാഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചാത്തി ലാഗ്. പിന്നെ എന്തൊരു ഏജ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രോ നമ്മളുടെ
കമൻറ്റിൻ്റെ അടിയിൽ മൾട്ടിപ്ലെയർ കളിക്കാൻ വരുമെന്നൊക്കെ ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവനെ കാണാനില്ല. ഞാൻ അവനക്ക് ഡിസ്കോഡിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവനെ കാണുന്നില്ല. ഞാൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് ബ്രോ നമുക്ക് കളിക്കാം മൾട്ടിപ്ലെയർ. നീ നേരെ പോവുക, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അടുത്ത ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് വരിക, ചെയ്തിട്ട് മാച്ച് വെക്കുക. ആ ചെറിയൊരു പോയിന്റ് ഉണ്ടാവും, ഈ സൈൻ ബോർഡ് നമുക്ക് നോക്കി ഇട്ടാൽ മതി. അത് കൊത്തും, നമുക്ക് സാധനം XP കിട്ടും. ഇതിനുള്ളിൽ പോകേണ്ടതാണ്. ഇതേ വന്ന് കിടക്കുന്ന നമ്മുടെ ഫസ്റ്റ് ഫിഷ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു എൻജാൻറ്റിംഗ് ബുക്ക് ഒപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത് കിട്ടിയിട്ട് ഇന്ന് വീഡിയോ ഇടാന്ന് തന്നെ വീഡിയോ വരില്ല. ഞാൻ കുറേ നേരം കൊണ്ട് ഇവിടെ ചുണ്ടിട്ട് നിൽക്കുന്നു, കിട്ടിയിട്ടില്ല. അടുത്ത എപ്പിസോഡ് വരുമ്പോഴേക്കും ഞാൻ ഒരു മെൻറ്റിംഗ് ബുക്ക് ഒപ്പിച്ച് വെക്കും. അപ്പോൾ അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 300 സബ്. അപ്പോൾ മിക്കവാറും 10ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പോയി ഡ്രാഗനെ തട്ടും, എന്നിട്ട് ബാക്കി എലൈറ്റ് റോഡിൻ്റെ കുറച്ച് മെഗാ പരിപാടികളുണ്ട്. അപ്പോൾ ഇതുവരേക്കും കണ്ടിരുന്ന എല്ലാവർക്കും ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ